ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ബ്ലഡ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. എച്ച് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതിയ ബ്ലഡ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. എച്ച്.എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സെന്റർ ഒരുക്കിയിട്ടുള്ളത്. 300 ബെഡ് പാക്കറ്റ് വരെ ഒരേ സമയം സൂക്ഷിക്കുവാനും പ്ലാസ്മ വേർതിരിച്ച് 10 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കുവാനും സാധിക്കും. പൊതുമരാമത്ത് വകുപ്പ് 65 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. രക്തത്തിലെ ഘടകങ്ങൾ വേർതിരിച്ച് രോഗികൾക്ക് ആവശ്യമായ RBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് രക്തം ദാനം ചെയ്യുവാനുള്ള സൗകര്യവും ബ്ലഡ് ബാങ്ക് ലിങ്കേജ് സംവിധാനവും സെന്ററിലുണ്ട്. അവിടെ നമ്മളത് ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറിയപ്പോൾ നമുക്ക് അതിൻ്റെ സൗകര്യം പൊതുവെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക്, ബ്ലഡ് സെന്റർ എന്നാണ് നിങ്ങളിവിടെ പേര് അതിനകത്ത് ഇത്തിരി വ്യത്യാസപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സെപ്പറേഷൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന സൗകര്യം കൂടി ഉള്ളിടത്തായിരിക്കും അങ്ങനെ പറയുക, അല്ലേ? അങ്ങനെയാണ് പറയുക. ബ്ലീഡിങ്ങിൽ മാത്രമല്ല, ബ്ലഡ് എടുത്ത് അത് RBCയും പ്ലാസ്മയും പ്ലേറ്റ്ലെറ്റും എല്ലാം വേർതിരിച്ച് പല കമ്പോണൻ്റായിട്ട് വേർതിരിച്ചിട്ട് അത് രോഗികൾക്ക് ആവശ്യമായി നൽകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വളരെ വിപുലമായൊരു സംവിധാനമാണ്. അതിൻ്റെ ചുമതല ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരേ സമയം 300 ബ്ലഡ് പാക്കറ്റ് നമുക്കവിടെ അവിടെ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അത്രയും മെഷീൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്ലാസ്മ സൂക്ഷിക്കുന്നതിൽ പറഞ്ഞത് 10 വർഷം വരെ കേടുകൂടാതെ 10 വർഷം വരെ അത് വേർതിരിച്ച് സൂക്ഷിക്കാൻ കഴിയുന്ന അത്രയും കപ്പാസിറ്റിയുള്ള അൾട്രാ സ്റ്റോറേജ്, അല്ലേ അതിൻ്റെ പേര്? ആ മെഷീൻ്റെ ആണോ? അദ്ദേഹം ഇല്ലല്ലേ, പോയി. അത് തന്നെയാണ്. അപ്പോൾ ആ സൗകര്യമുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് വരെ അവിടെയുണ്ട്.